ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഒരു മീനത്തെ നിലത്ത് കൊടുക്കണം. ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മീന് മാന്തളാണ് കേട്ടോ. ചെറിയ ചെറിയ മാന്തളാണ്. മീനിനൊക്കെ നല്ല വില കൂടിയെന്ന് പറഞ്ഞ് കേട്ടു. ഇത് 2 ദിവസം മുന്നേ വാങ്ങി വെച്ചതാണ്. ഇവിടെ 2 ആൾക്കാർ ഇതാ എന്താ തിന്നണ നിങ്ങള്? എന്താണ്? ആ വെള്ളരി കറക്കല്ലേ? വരി നമുക്ക് വെള്ളരി കറക്കാൻ പോവാ. നിങ്ങളാരും വരണേ, ഞാൻ പോയിത്തോണ്ട്. ഇവിടെ വെള്ളരിക്ക ഉണ്ടായിക്കണ കേട്ടാ. അപ്പോൾ അതാണെങ്കിലോ അതിൻ്റെ ഇങ്ങോട്ട് പോണ തണ്ട് ഇതയ്ക്കുക കേടെന്നിട്ട് ചെറുപ്പത്തിൽ തന്നെ ആണ് പൊത്തുക്കണത്. അപ്പം നമുക്കിത് പൊട്ടിച്ചെടുക്കാം. വെള്ളരിൻ്റെ വലിപ്പം കണ്ടില്ല എല്ലാവരും? കുഞ്ഞൻ വെള്ളരിയാണ് കേട്ടോ. ഇതെന്താന്ന് ഈ വള്ളി ഇവിടെ ഉണ്ടായിക്കണമ്മ? നിങ്ങൾ കയ്പങ്ങ് വന്നീന്ന് അവിടെ? ഇത് കയ്പൻ്റെ വള്ളിയല്ലേ? ആ വള്ളിയോ? ഇത് നല്ലതാണ് ആകാത്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഒരു കുഞ്ഞൻ വെള്ളരി. ഇവിടുത്തെ ചള അതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഇതാ ഇടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ഇട്ടിരിക്കണം. അപ്പം നമുക്ക് വേസ്റ്റ് കൊണ്ടുപോയിട്ടാം. അപ്പോൾ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അനിയത്തി നീച്ചു വന്നിക്കാണ് കേട്ടോ. ഞാനവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങിയിരുന്നേ. പിന്നെ ഇവിടുന്ന് വെട്ടും കുത്തും പാത്രം ഇടുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നൊക്കെയാണ്. പിന്നെ നമ്മളും കൂടെ കൂടിയില്ലെങ്കിൽ ലാസ്റ്റ് തിന്നാൻ തരൂല വിചാരിച്ചിട്ട് ഞാൻ വേഗം വന്നാണ് കേട്ടോ. അപ്പോൾ പൊക്കുവടയാണ് എത്ര ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെന്താ കടലമാവല്ല ഇതിക്ക് ചേർക്കണേ. ഞങ്ങൾ മൈദപ്പൊടിയിലാണ് കേട്ടോ എന്നും പൊക്കുവട ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് കടലമാവ് മാത്രമേ ഉള്ളൂ, മൈദ ഇല്ല. സാധനങ്ങൾ പറഞ്ഞേക്കണ കേട്ടോ കൊണ്ടുവരാൻ മൈദൊക്കെ. അപ്പം അതിക്കിതാ ഇഞ്ചിയും ഒരു പച്ചമുളകും എടുത്ത് വെച്ചിക്കണ്. പിന്നെന്താ നീ പിന്നെ ഒന്നുകൂടെ നീ എത്ര കറിവേപ്പില ഇടൂട്ടാം. അതും കൂടെ എത്ര ഉള്ളി എടുത്ത്? 3 ഉള്ളിയോ? 3 ഉള്ളി എടുത്തുക്കണ്. ഉള്ളിക്ക് വില കുറഞ്ഞിക്കണ് കേട്ടോ. എത്രടി? 2.5 കിലോന് 100 രൂപ. അപ്പോൾ ഒരു വേഗം ഉള്ളിവട ഉണ്ടാക്കാനാണ് ഫസ്റ്റ് വന്നിരുന്നത്. അപ്പോൾ മൈദപ്പൊടി ചെയ്യാത്തതുകൊണ്ട് അത് ഉണ്ടാക്കിയില്ല. കണ്ണ് ഇങ്ങനെ നിറഞ്ഞു ഒഴിക്കണം. ഞാൻ അവിടെ നിന്നിട്ട് കള്ളത്തിയാളെ കണ്ണാണ് ഇങ്ങനെ നിറയാന്ന് പറഞ്ഞിട്ട് ഉള്ളി അരിയുമ്പോൾ. പണിയെടുക്കാൻ മടിയുള്ള ആൾക്കാർക്കാണ്. എൻ്റെ കണ്ണിന് അറിയണില്ലല്ലോ. എൻ്റെ അതെന്നെ പണിയെടുത്ത് മറിച്ച എൻ്റെ കണ്ണ് മറിഞ്ഞു പോവുക. നിങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് എന്തായിരുന്നു ചായക്ക് കടി വൈകിട്ടും? ഇവിടെ ഒരാൾ ചെമ്പ് മൂറുണ്ട്. എന്താണ് ഇങ്ങനെ മൂറി ഉണ്ടാക്കുന്നത്? ഇവിടെ പാത്രം കഴുകാൻ കിട്ടാം. പൊക്കുവട ഉണ്ടാക്കാനല്ലേ ചട്ടി കഴുകി വൃത്തിയാക്കാണ്. 2 ആൾക്കാരെ ഒച്ച കേൾക്കാൻ തന്നെ ഇല്ല കേട്ടാ. നല്ല ഒരു മീൽ ഒച്ച കേൾക്കാതെ കെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ കാണുകക്കാരം. അപ്പോഴാണ് ഇവിടെ ഒരു മീൽ ഉണ്ടാവല്. ഞാൻ അറിയാൻ ഉറങ്ങിയ അപ്പച്ചാണ് ഇപ്പം കാണുന്ന ഫോണ്. അത് ശരി. ഇതെന്താ ക്ലാസ്സിൻ്റെ ഉള്ളിൽ സീല തിരികെ വെച്ചിക്കണ്? അയച്ചിന അല്ല മൂക്ക് ഇന്നുള്ള സീലാണ് ഇതിലെടുത്തിട്ടിക്കണ്. 2 ജലദോഷമാണ് കേട്ടാ. ഇതിൽ വെച്ചിക്കണ ഐസീനെ. മറ്റാളോടെ ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ, ഉറങ്ങുകയാണ്. നമുക്ക് തിരിച്ച് തന്നെ പോവാം. ഒരാൾ ഉറങ്ങിക്കണ്. ഫോണിട്ട് പറയാ ഞാൻ ഉറങ്ങിയോണ്ട് ഫോൺ തന്നിക്കണ്. ഞങ്ങളെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഇപ്പം കാണിച്ചു തരാം. അയക്കണ കണ്ട ചീനമുളക്. ഇത് കണ്ട ഗായ്സ് നിറച്ചു ചീനമുളക്. ഇത് ഉമ്മാൻ്റെ അനിയത്തി ഇന്നലെ കൊടുന്നാണ് കേട്ടാ. അനിയത്തി വന്നപ്പോൾ അതിലൂടെ ഉണ്ടായ ചീനമുളകാണ് ഇതൊക്കെ. ഇതാ പിന്നെ ഈ മത്തം കണ്ട 2 കഷ്ണാക്കി വെച്ചിക്കണ്. ഒന്നതാ അത് ദേശീയ കറിയാണ് കുമ്പളങ്ങ. പിന്നെ മത്തൻ്റെ ഇല കേട്ടോ ഈ കവറിൽ. മത്തൻ്റെ ഇല ഇന്ന് കറിക്കും ഉണ്ടായിരുന്നത്. മത്തൻ്റെ ഇലയും മാന്തള് കറിയും അതൊക്കെയാണ് ഞങ്ങളെ ഫ്രിഡ്ജിലുള്ളത് കിട്ടാം. അങ്ങനെ ചീനമുളകും ഇതൊക്കെയാണ് ഉണ്ടാവല്. കുമ്പളങ്ങ പിന്നെ ഞങ്ങളോട് എപ്പോഴും ഉണ്ടാവലുണ്ട്. ഇനിയില്ലേ കഴിഞ്ഞിട്ടാ കുമ്പളങ്ങ വീട്ടിൽ നിന്നും എല്ലായിടത്തുനിന്നും ഇപ്പം കഴിഞ്ഞിക്കണല്ലോ. അപ്പോൾ ഇത് തവണ മുറിച്ച് റെഡിയാക്കി ഇനി കറിവേപ്പില കഴുകി വൃത്തിയാക്കിയിട്ട് അതും കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെക്കും.
അപ്പം ഇതാ പൊക്കുവടക്കുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഐസക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇളക്കാൻ. നമുക്ക് പിന്നെ ഇളക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. ഏതും കയറി ഇളക്കും അവന്. എന്താണ് പൊന്നെ ഉണ്ടാക്കാനുള്ളത് പറയേ? എന്ത് തട്ടി വെച്ചു. ഐസക്കുട്ടി ദസ്ച്ചു കസാര ഇട്ടിട്ട് ഇത് അവിടെ കയറിയാണ്ട് ഇരുന്നിട്ടുണ്ട്. ഓയിലില്ല കേട്ടോ മക്കളെ. ഓയിൽ വെള്ളവും കൂടെ ഊറ്റാൻ കാല് ഇവിടെ വെച്ചാണ്ട് അമർത്തിച്ച സ്റ്റൂളാണ്ട് വലിച്ചിക്കണ്. കാലുണ്ട് ഇതായി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകൻ എൻ്റെ കാലിടുമ്പോൾ സ്റ്റൂളിട്ടിട്ടാ അല്ല കസാര ഇട്ട് അപ്പോൾ ഞാൻ ഒരടി അടിച്ച് 10 അടി അടിച്ചു. അപ്പോൾ ഒരു 10 എണ്ണം ഇങ്ങോട്ട് തന്നു. പിന്നെ ഇതേപോലെ വെച്ചിക്കണം കേട്ടോ ഓയില്. ഇതിലെവിടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറ്റിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ വെച്ചതാണ്. കുറച്ചുള്ളൂ ഓയിലിട്ട്. അതിലിപ്പോൾ എങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി തീർക്കാന്ന് എനിക്കറിയില്ലോ. അല്ലാ എൻ്റെ ഐസിൻ്റെ ഒരു പൊക്കുവാടൻ്റെ വലിപ്പം കണ്ടോളി. എല്ലാവരും വലിയ ഉള്ളിവാടാണ് പെറ്റി വെച്ചിരിക്കണം അതിൻ്റെ ഉള്ളിലേക്ക്. കുറച്ച് ഇങ്ങനെ വെച്ചാൽ പാടുള്ളൂ. ടൈസുവാ ഞാൻ കേട്ടോ ഒഴിച്ചാ കുറച്ച് അല്ല ഒരു സ്പൂണ് മൊത്തം അയക്കാണ്ട് ഒഴിച്ചില്ല. കുറച്ചെടുക്കുക ടൈമൊന്ന് ഇട്ട് കാണിച്ചാ ഐസിന് ഏതാണെന്ന്. ഇതാ ഈ ആട്ടോന്ന് ഇട്ടിക്കണത് എണ്ണ ഗജാണ്. എണ്ണയില്ല. ഇവനാണെങ്കിൽ ഒരു സ്വൈര്യാതെ മളെ ഈ മാവ് ഇളക്കിക്കാണ്ട് നിൽക്കാണ് ഇവിടെ. ആ മാവ് അങ്ങ് അവിടെ നിലത്തേക്ക് പോകും. എന്ത് ടീച്ചർക്ക് എണ്ണയിൽ നിൽക്കാനുള്ള സ്ഥലമില്ല. എണ്ണയിൽ നിൽക്കാനുള്ള സ്ഥലം എത്ര ഐറ്റങ്ങൾക്ക്. ഇപ്പം തൽക്കാലം ഒളിയുള്ള സ്ഥലത്ത് നിന്നോട്ടെ. ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. കൊരട്ടടേ കോരിടൂടുക കരിന്. അതാ കോരിന് ഞങ്ങളടുത്ത കോരി ചെറുത്താട്ടാ. കുടിച്ചോ എണ്ണ പോയി. എൻ്റെ കോരലിൻ്റെ ഊക്കൊണ്ട് ഒക്കെ ലൈവാണ്. ഉമ്മ നിൽക്കണം കേട്ടാ. എന്താ വലിയ കട കാട്ടണ് വിചാരിച്ചുകൊണ്ട് ഈ 2 ചുരുങ്ങാമണിയാളെയും കൂടി നമുക്ക് വായില്ലേ. ഉമ്മ ടേസ്റ്റ് ഒപ്പില്ല. ഇത് വേണം എന്ത് സോസ് വേണമെന്നൊക്കെ പറയാം. ഐസി എന്താ പിന്നെ ഇടുന്നുണ്ട് കേട്ടാ. മതി എണ്ണ അതാ പച്ചണ് ഇവിടെ കാട്ട്. ഞാൻ ഇവിടെ പറയേ കുറച്ച് തക്കാളി സോസും പാടി ഉണ്ടെങ്കിൽ പൊളിച്ചീന്ന്. അങ്ങനെ പിന്നെ എല്ലാം പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇതിനോ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതിരുന്ന് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഐസിന് കുറച്ച് മരുന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പനിക്കൂർക്കൻ്റെ ഇലയും തുളസിൻ്റെ ഇലയും ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതൊക്കെ കൂടി ഇടിച്ച് പിഴിഞ്ഞ് അതിനെ നീരെടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തേനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത്. അപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തേനില്ലേ, വീട്ടിൽ നിന്ന് തന്നെ എടുത്ത ആ തേനാണ് ഇട്ടത്. അങ്ങനെ ഞാൻ ഓനെ കൊണ്ട് അതൊക്കെ കുടിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.